ഇന്ന് അർജന്റീന ആരാധകർ കാണുന്നു. സ്പാനിഷ് ആരാധകർ ഇപ്പോൾ ഞങ്ങൾ ഗോൾ അടിക്കുമെന്ന ഒരുപാട് അവസരങ്ങൾ. തീർച്ചയായും കളിച്ചത് സ്പെയിൻ തന്നെയാണ്. അർജന്റീനയുടെ കളി കുറച്ചുകൂടി പോയി റെഡ് കാർഡ് അടക്കം വാങ്ങേണ്ടി വന്നിരിക്കുന്നു. മത്സരം അങ്ങനെ എക്സ്ട്രാ ടൈമിലേക്ക് അടുത്ത അരമണിക്കൂറാണ് ഇനി വിധി നിശ്ചയിക്കുക. 90 മിനിറ്റും പിന്നെ ഇഞ്ചുറി ടൈമിലും ഗോളുകളൊന്നും പിറന്നില്ല. സ്പെയിൻ്റെ ഒരു മേധാവിത്വം തന്നെ മത്സരത്തിലുടനീളം കണ്ടു എന്നതാണ്. ജിജിൻ നമുക്കൊപ്പം. ജിജിൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്, പക്ഷെ പറഞ്ഞ പോലെ ഗോൾ വീഴാത്തതുകൊണ്ട് വിരസതയിലേക്ക് പോയോ? സ്പെയിൻ്റെ ഒരുപാട് മുന്നേറ്റങ്ങൾ, അർജന്റീനയ്ക്ക് കാര്യമായി മുന്നേറ്റം പോലും നടത്താനാവാത്ത അവസ്ഥ, റെഡ് കാർഡ് വാങ്ങേണ്ട സ്ഥിതി. ഇതെന്താണ് മത്സരം? ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലേക്ക്, അത്യന്തം ആവേശകരത്തിലേക്ക് മത്സരം പോവുകയാണ്. 10 പേരുമായി അർജന്റീന ചുരുങ്ങിക്കഴിഞ്ഞു. എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം കടന്നു കഴിഞ്ഞു. അർജന്റീനൻ പോസ്റ്റിലേക്ക് നിരന്തരം സ്പെയിൻ ഇരച്ചു കയറുന്ന കാഴ്ചയാണ് കണ്ടത്. അർജന്റീനൻ ഗോളി മാർട്ടിനസിനെ പലതവണ സ്പെയിൻ പരീക്ഷിക്കുന്ന കാഴ്ച. അഖിലെ, എന്ത് സംഭവിക്കും? തീർച്ചയായും ഈ മത്സരത്തിൽ അർജന്റീനയുടെ ഏറ്റവും മികച്ച കളിക്കാരൻ അർജന്റീനയുടെ ഗോൾ കീപ്പർ എമി മാർട്ടിനസ് ആണ്. എമി മാർട്ടിനസ് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴേക്കും കളി മാറിയേനെ, സ്പെയിന് ഇപ്പം തന്നെ കളി എടുത്തേനെ. നിലവിൽ അർജന്റീനയുടെ സാധ്യതകൾ വളരെ മങ്ങി നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം 11 പേർക്കെതിരെ 10 പേരുമായിട്ട് കളിക്കേണ്ട അവസ്ഥ വളരെ ബുദ്ധിമുട്ടേറിയാണ്, അതും ഈ ഒരു സാഹചര്യത്തിൽ. അതായത് ഇത്രയും പ്രഷർ ചെലുത്തിക്കൊണ്ടാണ് സ്പെയിൻ കളിക്കുന്നത്. എൻസോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരേ സമയം തന്നെ പ്രതിരോധത്തെയും ഒരേ സമയം തന്നെ മിഡ്ഫീൽഡിലേക്കും അറ്റാക്കിലേക്കും കടന്നു വരുന്ന ഒരു പ്ലെയറാണ്. ആ പ്ലെയർ ഇല്ലാതാവുമ്പോൾ 10 പേരുമായി അർജന്റീന കളിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ്. തീർച്ചയായും എൻസോ ഫെർണാണ്ടസ് റെഡ് കാർഡ് കിട്ടിയ ആ ഫൗള് തികച്ചും പ്രതീക്ഷിക്കാത്തൊരു ഫൗളായിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ കളിയുടെ ഏത് നിമിഷവും കളി മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു പ്ലെയറാണ് എൻസോ. ഈ ടൂർണമെന്റിൽ തന്നെ നമ്മളത് കണ്ടതാണ്. ഒരുപാട് നിർണായക ഗോളുകൾ അർജന്റീനയ്ക്ക് വേണ്ടി കണ്ടെത്തിയ പ്ലെയറാണ്. അപ്പോൾ എൻസോയ്ക്ക് റെഡ് കാർഡ് കിട്ടി പോയതോടുകൂടി അർജന്റീനയുടെ സാധ്യത വളരെ മങ്ങിയ ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. വളരെ വെല്ലുവിളി നിറഞ്ഞ ഓരോ നിമിഷങ്ങളുമാണ്. ഇനി വരുന്ന 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് എന്ന് പറയുന്നത് അർജന്റീന എങ്ങനെ പ്ലേ മാറ്റിമറിക്കും എന്നുള്ള എക്സ്ട്രാ ടൈമിലേക്ക് വന്നപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ ഇറക്കാൻ പറ്റും.